ഹായ് എല്ലാവർക്കും നമസ്കാരം അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും. ഓക്കെ, നമ്മളങ്ങനെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുളിച്ച് മാറ്റി രാവിലെ തന്നെ ഏകദേശം 8:15 സമയം. അത് തന്നെ കുളിച്ച് മാറ്റി വന്നിട്ടുള്ളൂ. ഇനി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ. ഡ്രസ്സ് മാറ്റിയിട്ട് നമുക്ക് ഓഫീസിൽ പോകാണ്ട് വേറെ എല്ലാ ദിവസത്തിലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. സോ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിട്ട് പിടിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു കുനിഷ്ടി വീഡിയോയിലുണ്ടാവും. അപ്പോൾ വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി നോക്കുക. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് കുനിഷ്ടാളേക്കാരം. അപ്പോൾ പ്രൊഡിക്റ്റ് ചെയ്യണ്ട. ഓക്കെ, എന്തേക്കാരം എന്നുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഞാനൊന്ന് ഡ്രസ്സ് മാറ്റി വെച്ചോ. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി ഫുഡ് കഴിക്കുക, നേരെ വിടുക, ഹെയറും സെറ്റ് ചെയ്യാണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രെയിനാണ് പോകുന്നത്. ട്രെയിനിൽ 8:50 ട്രെയിൻ ഉണ്ട്. പക്ഷേ അത് മിസ്സാവില്ലേ എന്ന് നല്ല ഡൗട്ട്. അങ്ങനെ ഇപ്പോൾ തന്നെ 8:15 കഴിക്കണം. 8:15 കഴിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഗൈസ് എന്താ പറയുക, നമുക്ക് ചാടി നിൽക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അതൊക്കെ തീർത്തിട്ട് വരാം. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടി പരിചയപ്പെടുത്തി തരാം. ഇത് നമ്മളെ ഓൺ ബ്രാൻഡാണ് കേട്ടോ. ജാസിസിൻ്റെ പെർഫ്യൂമാണ്. നമ്മളെ ഓൺ ബ്രാൻഡ് തന്നെയാണ്. സോ ജസ്റ്റ് കാണിച്ചത്. ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ വരുന്നത് ഇങ്ങനെ കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി പാക്കിംഗ് തന്നെ വരുന്നുണ്ട്. ജസ്റ്റ് ഇതിങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെയാണ് വരും കേട്ടോ. ഓക്കെ, ജസ്റ്റ് കാണിച്ചത്. ഇതാണ് പെർഫ്യൂം വരുന്നത്. 100 ml കേട്ടോ വരുന്നത്. നമ്മളിപ്പോൾ കൊടുക്കുന്ന റേറ്റ് എന്താ വെച്ചെങ്കിൽ 699 ആണ് കേട്ടോ. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതൊരു കാർഡും കൂടി ഉണ്ടാവും. ഇതിലെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളതെന്നുള്ളത് ഓരോ കാർഡ്സും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 10 hours ലാസ്റ്റിംഗ് ആണ് വരുന്നത്. സോ വേണ്ടവർ ജസ്റ്റ് ഞാൻ താഴെ നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. സോ നൈസ് സ്മെല്ലാട്ടോ. പെർഫ്യൂമിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, സ്മെല്ല് എങ്ങനെയാണെന്നുള്ളത്. സ്മെല്ല് നൈസ് സാധനമാണ്. ഇങ്ങനെ തലയെ കുത്തുകയെന്നൊക്കെ അല്ല, അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമല്ല. യൂണിസെക്സ് ആണ്, ആർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സാധനം. ഓക്കെ, ഹൈവാ. അപ്പോൾ ഇനി ശരിക്കും ഞാൻ പോയിട്ട് ചായ കുടിച്ചിട്ട് സെറ്റാക്കിയിട്ട് വരാം. ഓക്കെ, ബൈ. സോ അങ്ങനെ മാറ്റി ഒരുങ്ങി മൊഞ്ചനായി പെരയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോവാം. അവിടുന്ന് നമ്മൾ നൈസായിട്ട് കോഴിക്കോട് പോവാം. മിക്കവാറും ട്രെയിൻ കിട്ടാൻ ചാൻസ് ഇല്ല. പോയാൽ നമുക്ക് ഗൈസ് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സോ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. കണ്ടുണ്ടാവും എന്തായാലേ. അങ്ങനെ നമ്മൾ ട്രെയിൻ ലേറ്റ് ആയിരിക്കുന്നു. ട്രെയിനല്ല ലേറ്റ് ചെയ്ത്, ഞാനാണ് ലേറ്റ് ചെയ്ത്. തോന്നിയ സമയത്തൊക്കെ കയറിയെന്ന് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ, നമ്മളെ ഇഷ്ടത്തിന് കാത്തിക്കൂല വണ്ടി. അപ്പോൾ ട്രെയിനിൻ്റെ പാട്ടിന് പോയി. നമ്മളടുത്ത വണ്ടിക്കും വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട വെയിറ്റിംഗ് ആണ്. സോ എന്താ പറയുക, നല്ല രസമാണ് ഇങ്ങനെ ഇരിക്കാൻ, നല്ല വൈബാണ്. കടലുണ്ടോ? കടലില്ലാത്ത ആകുലത്തിലേക്ക് ഇവിടെ മോന് ഗൈസ്. അങ്ങനെ മാനേജർ വന്നിട്ടുണ്ട് കേട്ടോ. അല്ല, അതിൻ്റെ പേര് മാനേജർ തന്നെ അല്ലേ? ആണല്ലോ. ഇവിടെ ഒരു പട്ടിക്കുട്ടി ഉണ്ട്, കുറച്ച് കാക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. അയ്യോ, അധികം ബംഗാളികളാണ്. മലയാളികൾ ആരെങ്കിലും ഉണ്ടാവും വിചാരിച്ചു വന്നാൽ ഫുള്ള് ബംഗാളികൾ. എന്താ ഞാൻ എത്താണ് ബംഗാളികള് വീഗാലാൻഡ് എന്നമാതിരി. അയ്യോ, ഒന്നും കാട്ടല്ല, നമുക്ക് ഇതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കാം. ഓ വണ്ടർഫുൾ. നമ്മുടെ പുല്ലുണ്ട് ഇവിടെ കിടക്കഴിഞ്ഞില്ലേ, അതേപോലത്തെ പുല്ലൊക്കെ ഇവിടെ ഉണ്ട് കിടക്കഴിഞ്ഞ്. പണ്ടൊക്കെ നടന്നതല്ലേ?
വാവ് നൈസ്. നല്ല പോയാലേ. ഫോക്കസ് ഫോക്കസ്. ഇങ്ങോട്ട് ഇജ്ജ് പറയും എന്താ എനിക്ക് പറയാനുള്ളത്? ഒന്നും പറയല്ല. കപ്പിൾസിനെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? അസുഖം തോന്നുന്നുണ്ടോ? ഞാൻ യൂട്യൂബിലിട്ടു കേട്ടോ. എനി പ്രോബ്ലം നോ പ്രോബ്ലം. വാവ്, എന്തൊരു പോസിറ്റീവ് എനർജി ഉള്ള ചങ്ങനെ കിട്ടാൻ വേണ്ടി കാത്തു. താങ്ക് യു. ചിലവിലുണ്ടല്ലോ ക്യാമറ ഓണാക്കിയ എന്താണ് ഒറ്റ പാച്ചില്ല, പിന്നെ ബൈക്കൊന്നും കാണൂല, ഒറ്റ പോക്കേ കാരണം. നമുക്ക് അങ്ങനത്തെ കളർ ഡ്രസ്സ് എടുത്താലോ? ഇതേപോലെ ഡ്രസ്സ് എടുത്താലോ? നമുക്ക് അങ്ങനത്തെ ഡ്രസ്സ് എടുത്താലോ? സെറ്റാവില്ലേ? നമുക്ക് ഇനി അടുത്ത വരുന്നൊക്കെ അങ്ങനത്തെ ഡ്രസ്സ് എടുക്കാം അല്ലേ? നൈസേക്കാരം. അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ ഇവിടെ ഊഞ്ഞാലോക്കിയാ നമ്മൾ ഇത് കയറി ആടിയാലോ? ബാക്കിൽ അതിൽക്കൂടെ ഇങ്ങനെ കയറുക, അതിലൂടെ ഇങ്ങനെ കഴിഞ്ഞാടാ വൈബേക്കാരം. നോസ്റ്റാൾജിയ മോനെ. അപ്പോൾ എൻ്റെ മക്കളെ അങ്ങനെ വലിയൊരു എന്താ പറയുക, ഒരു ദൗത്യം എന്തോ തീർത്താൽ മതി, വേറെ ഒന്നുമില്ല. ചങ്ങനെ ഓണം കഴിഞ്ഞിട്ട് ട്രെയിനിൽ എന്താ തിരക്ക്, എന്താ ഒരു കാലമേലേക്ക് നിന്നിനെ അമ്മാതിരി തിരക്ക്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നിനും പറ്റിയിട്ടില്ല. സോ ഇപ്പോൾ വീട്ടിലെത്തി ആകെ വിയർത്ത് ആകെ കൊട്ടിയിട്ടുള്ളത്. ഞാൻ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കിടന്നുറങ്ങട്ടെ. എന്തൊക്കെയാ ടാനടിച്ചിട്ട് ആകെ ചത്ത്. എൻ്റെ അളിയാ സീരി. അപ്പോൾ ഗൈസ്, അപ്പോൾ വീഡിയോ എന്താണെന്നുള്ളത്, എന്താണ് ഈ കണ്ടൻറ്റ്, ഒരു കണ്ടൻറ്റും ഇല്ലാതെയാണല്ലോ അവൻ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നഗ്ഗുണ്ടെങ്കിൽ സോ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. വീഡിയോ ഇടാനുള്ളൊരു അതിമോഹം കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. എൻ്റെ മടി ഒഴിവാക്കണം കൂടിയാണ്. കണ്ടൻറ്റൊക്കെ ഇങ്ങനെ വരും, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, കണ്ടൻറ്റൊക്കെ ഇങ്ങനെ വരും, ഓരോ കണ്ടൻറ്റ് വരും. ഇപ്പോൾ ചെറിയൊരു തിരക്കിലാണ്, ഓടിപ്പാച്ചിലാണ്. പക്ഷെ ഇൻഷാ അല്ലാ അതിൻ്റെ ഇടയിൽ കൂടെ നല്ല നല്ല കണ്ടൻസുകളൊക്കെ ഉണ്ടാവും. ബട്ട് ആ സ്ഥിരം വീഡിയോ ഇടാതെ നിന്നാൽ ഇതിൻ്റെ ഒരു ടച്ച് പോകുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. ഓക്കെ, ഐ മീൻ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ പീസാണെങ്കിലും എടുത്തുകൊണ്ട് വെക്കണം. ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കനൊക്കെ നെക്കി വെക്കുക, ഫുൾ സെറ്റാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ മക്കളെ ബൈ ബൈ, സീ യു.